മാസപ്പടി കേസിൽ നിന്നും നൈസായി തടിയൂരാൻ പോയ കരിമണൽ കമ്പനി MD ശശിധരൻ കർത്തയെ ആട്ടിപ്പായിച്ച് ഹൈക്കോടതി. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും കുരുക്കിലാക്കിയ മാസപ്പടി കേസിൽ ED അയച്ച സമൻസ് എങ്ങനെയും ഒഴിവാക്കാനാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റീട്ടെയിൽ ലിമിറ്റഡ് അതായത് CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ എത്തിയത്. എന്നാൽ ED അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് മുഖത്തടിച്ചു തന്നെ ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. ED സമൻസിലെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകണം എന്നാണ് ED ശശിധരൻ കർത്തയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. CMRL ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനവുമായ എക്സാലോജിക്കിനും 1,72,00,000 രൂപ നൽകിയെന്നാണ് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED എത്തിയത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിനെ ഒരു തടയിടാനായിട്ടായിരുന്നു കരിമണൽ കമ്പനി MD ശ്രമിച്ചത്. ഇതിനെയാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ആട്ടിപ്പായിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കേസിൽ വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് അന്വേഷണ പരിധിയിലുള്ളത്. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് ED കണക്ക് കൂട്ടുന്നത്. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അതിനുശേഷമാകും ചോദ്യം ചെയ്യൽ. ഇതിനിടെ മാസപ്പടി കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കി ED ഉടൻ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കൊപ്പം തന്നെ മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. തുടർന്ന് വരും ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉദ്യോഗസ്ഥർക്ക് ED നോട്ടീസ് നൽകി കഴിഞ്ഞു. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് ED നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യാൻ ആദ്യം തന്നെ വിളിപ്പിച്ചതും. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. CMRLന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ തന്നെ ഉണ്ടെന്ന് തന്നെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRL നിന്നും ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകി. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം നടത്തുന്നതിനിടെയാണ് ED ഇപ്പോൾ അന്വേഷണവുമായി എത്തുന്നത്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കൊച്ചി മിനറൽസ് ആൻഡ് റീട്ടെയിൽ ലിമിറ്റഡ് MD ശശിധരൻ കർത്തയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാനായിരുന്നു EDയുടെ സമൻസ് ഒഴിവാക്കാനായിരുന്നു ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ ഹൈക്കോടതിയാകട്ടെ ഈ ഹർജി തള്ളിക്കളയുകയായിരുന്നു. തുടർന്ന് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യപടിയായി CMRL ഫിനാൻസ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനോട് തന്നെയാണ് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടത്. മറ്റുദ്യോഗസ്ഥരെ അടക്കം ഉടൻ വിളിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ. ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന ഇവരിൽ ചിലർ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷന് നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. മാസപ്പടി കേസിൽ സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട്. CMRL ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത്. ഇതിനൊപ്പം ലോൺ എന്ന നിലയ്ക്കും വീണയ്ക്ക് പണം നൽകിയിരുന്നു എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. ഇതിൽ എല്ലാം തന്നെ അന്വേഷണം ഇനി വന്നാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരികയുള്ളൂ. ഇല്ലാത്ത സേവനത്തിന് എങ്ങനെയാണ് ഈ പണം വാങ്ങിയത്, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ തന്നെയാണ് ഇതൊക്കെ എന്ന് തന്നെയാണ് ED ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ രേഖകളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ED. എതിർകക്ഷികളെയൊക്കെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്ത് കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് ED എത്തിച്ചേരും. ഇതുമായി സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ED കടക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ഇതിന് പിന്നാലെയായിരിക്കും ചോദ്യം ചെയ്യുക എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.